എന്തൊക്കെ കോലാഹലങ്ങളാണ് ഓരോ ദിവസവും രാഷ്ട്രീയ കേരളത്തിൽ നടമാടുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. അവിടെ പല രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ചിലതൊക്കെ നമ്മൾ കൺമുന്നിൽ കണ്ടതുമാണ്. കഴിഞ്ഞ ദിവസം കൂടി വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾ ഞെട്ടുന്ന പല വാർത്തകളും വരാനിരിക്കുകയാണ് എന്ന്. അതിനിടയിൽ CPM ഒരിക്കലും നഷ്ടപ്പെടരുതേ എന്ന് കരുതി പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മാണി കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള സകല വഴികളും UDF നടത്തുകയാണ്. ഇതൊക്കെ ചെയ്യുന്നതിനിടയിലാണ് ഇടത് MLAയും മന്ത്രിയുമായ കടന്നപ്പള്ളി രാമചന്ദ്രൻ വൈകിയ വേളയിലാണെങ്കിൽ പോലും UDF കോട്ടയായ പാണക്കാട് ചെന്ന് കയറിയിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു സമ്മാനവും വാങ്ങിക്കൊണ്ടാണ് മടക്കം. അതേസമയം പൊതുമധ്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓണമല്ലേ, എല്ലാവരെയും ഒക്കെ ഒന്ന് കാണാമെന്ന് കരുതി എന്നാണ് ഇടത് മന്ത്രി കൂടിയായ കടന്നപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. കൂട്ടത്തിൽ ഈ വർഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നബിദിനവും ഓണവും ഒരുമിച്ചാണ് എന്ന മതസൗഹാർദ്ദത്തെ ഊട്ടി ഉറപ്പിക്കാനും ചിലത് പറയുകയാണ്. അത് തന്നെ വലിയ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം എടുക്കാറാവുന്നു. അതുവരെ ഇല്ലാത്ത ഒരു മതസൗഹാർദ്ദം, അതുവരെ ഇല്ലാത്ത ഒരു അയ്യപ്പ സംഗമം. തുടരെ ഭരിച്ചപ്പോഴും ഇങ്ങനെയൊന്നും ഒരു കൂടിക്കാഴ്ച ഒരു മന്ത്രിമാരും നടത്താതിരുന്നു. ഇതൊക്കെ സംശയം ജനിപ്പിക്കുകയാണ്. മാത്രവുമല്ല, മാങ്കൂട്ടം വിഷയത്തിൽ ഈ വരുന്ന 15-ന് സഭയിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ കച്ചകെട്ടി നിൽക്കുന്ന CPM പോലും എതിർത്തുകൊണ്ടാണ് ലീഗ് അടക്കമുള്ള UDF മുന്നണി മാങ്കൂട്ടത്തിന് സഭയിലേക്ക് പ്രവേശിക്കാനുള്ള പച്ചക്കൊടി വീശിയത്. അതിനിടയിലേക്കാണ് മന്ത്രി കൂടി എത്തുന്നത്. ഏറ്റുവാങ്ങിയ സമ്മാനമടക്കമുള്ള വീഡിയോ ഒന്ന് കാണാം. ആഗമന ഉദ്ദേശം പാണക്കാട് വീട്ടിൽ വരിക എന്ന് പറയുന്നത് സാധാരണ നടക്കുന്ന ഞങ്ങളുടെ ഒരു സന്ദർശന പരിപാടി ഭാഗമാണ്. ഇന്നിവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ ഓണാശംസകൾ നേരാനാണ്. ഓണം മതസാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ആത്മഭാവം നിറഞ്ഞെടുക്കുന്ന ഒരു ചൈതന്യധന്യമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മതസൗഹാർദ്ദത്തിന്, സഹോദര്യത്തിന്, എല്ലാറ്റിനും പ്രകാശം ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ തറവാട് വീട്, പാണക്കാട് തങ്ങളും കുടുംബങ്ങളെല്ലാം. അപ്പോൾ ആ ഓണാശംസകൾ ഇന്ന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു. മതസാഹോദര്യം, സൗമനസ്യം, മാനുഷികത, മനുഷ്യത്വം എല്ലാം കൂടി ചേർന്നിട്ടുള്ള മതേതരത്വത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഓണമെന്നതുകൊണ്ട് അതിന് ഇവിടെ എത്തിച്ചേർന്നു. സാധാരണ ഇവിടെ പല പരിപാടികൾ വരുന്നതാണ്. അങ്ങനെ വന്ന് ആ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാനും എല്ലാവിധ മംഗളങ്ങളും നേരാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ. ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി അവർകൾ ഓണാശംസകൾ നേരാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് വേറെയും പരിപാടിയുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം മലപ്പുറത്ത് ഇന്നലെ വന്നു. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു രാവിലെ അവിടെ വരുന്നുണ്ട്, ഓണാശംസ നേരാൻ വരുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പതിവായി അദ്ദേഹം ഫോണിലൂടെയും മറ്റും ഓണാശംസകൾ, ക്രിസ്മസ് ആശംസകൾ, പെരുന്നാൾ ആശംസകൾ ഇതെല്ലാം നേരാറുള്ള ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ നേരിട്ട് തന്നെ കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞ നല്ല സന്തോഷമുണ്ട്. അത് ശരിക്കും ആഘോഷം പൂർണ്ണമാണ്. ഇത്തവണത്തെ ഓണത്തിന് ഒരു പ്രത്യേകത, നബിദിനവും കൂടി അതിൻ്റെ കൂടെ അതൊരു പുണ്യമാണ്. സന്തോഷത്തിന്റെ ദിവസമാണ്. ഒരു വിഷമേ ഉള്ളൂ, റോസാപ്പൂ കാണില്ല. മുഖ്യമന്ത്രി കണ്ടാ പറയാ, മുഖ്യമന്ത്രിക്ക് എന്താ കുഞ്ഞാടി സാഹിബ് പറഞ്ഞിരിക്കുകയാണ്, എപ്പോൾ ഉണ്ടാകുന്നത് ഇവിടെ വേണമായിരുന്നു. ഇത് ഒരു ഓണ സമ്മാനം ഈത്തപ്പഴാണ്. മക്കയിൽ നിന്ന് പറഞ്ഞു വന്നതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഇത് മക്കയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. അതാണ് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഉപഹാരം, മധുരം.